പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പുളിഞ്ചോട്ടിലാണ്. പുളിഞ്ചോട് എന്ന് പറഞ്ഞാൽ നമ്മുടെ മതിലകത്തിന്റെയും അതുപോലെ കൊറ്റംകുളത്തിന്റെ ഇടയിലുള്ള സ്ഥലമാണ് പുളിഞ്ചോട്. ആ പുളിഞ്ചോടിന്റെ ഹൈവേ എടുത്തു പോയ സ്ഥലത്ത് ഒരു കുളമുണ്ട്. നമ്മളെ പണ്ടൊരു സ്കൂളുണ്ടായിരുന്നു, തുരുത്തി സ്കൂളുണ്ടായിരുന്നു. നമ്മൾ അങ്ങനെ പറഞ്ഞാൽ എല്ലാവരും അറിയും. ആ തുരുത്തി സ്കൂളിന്റെ തൊട്ടായിട്ടൊരു കുളം ഉണ്ടായിരുന്നു, ആ റോഡിന്റെ ഇടയിലായിട്ട്. ആ കുളത്തില് ഈ പല കക്കൂസ് മാലിന്യങ്ങളും അതുപോലെ ഈ വേസ്റ്റ്, കല്യാണ വേസ്റ്റുകൾ, ഈ ഹാളിലൊക്കെ നടക്കുന്ന കല്യാണങ്ങളിൽ ഉണ്ടാകുന്ന വേസ്റ്റുകളൊക്കെ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് ഇവിടെയുള്ള ആളുകൾക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഇതുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ 100 പിള്ളേർ സ്കൂളിലായാലും അതുപോലെ മദ്രസയിലായാലും അതുപോലെ ആളുകൾ സഞ്ചരിക്കുന്ന ഒരു വഴിയാണിത്. ഈ വഴിയിലാണ് ഇങ്ങനെയുള്ളൊരു അവസ്ഥ നിൽക്കുന്നത്. അപ്പം എൻ്റെ പ്രിയപ്പെട്ട ആളുകൾ, ഇത് കാണുന്നവർ ഇതിന് വേണ്ടി, അതായത് നമ്മുടെ പഞ്ചായത്ത് അധികൃതരായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് ഉദ്യോഗസ്ഥന്മാർ ഇത് കാണുകയാണെങ്കിൽ ദയവായി ഇതിനൊരു തീരുമാനം നിങ്ങൾ ഉണ്ടാക്കണം. ഞാൻ ഇവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ ഞാൻ അവരെ കൊണ്ട് തന്നെ പറയണത് നിങ്ങൾക്ക് കേൾക്കാം. ാണ് ഞാൻ തൊട്ടപ്പുറകിൽ ഈ ഹൈവേക്ക് വിട്ടുപോകുന്ന സ്ഥലത്തിന്റെ രണ്ടാമത്തെ വീട്ടിൽ താമസിക്കുന്ന ഒരാളാണ്. എൻ്റെ പേര് രാധാകൃഷ്ണൻ എന്നാണ്. ഇവിടെ ഈ ഹൈവേക്ക് വിട്ടുകൊടുത്ത ഒരു സ്ഥലത്ത് ഒരു കുളം ഓൾറെഡി തൂർക്കാണ്ട, അതായത് മണ്ണിട്ട് തൂർക്കാണ്ട നിലവിൽ ഉള്ളതാണ്. നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതിലേക്ക് ഇവിടുത്തെ പരിസരത്തുള്ള മറ്റേ ഹോട്ടൽ മാലിന്യങ്ങൾ, അതുമാതിരി തന്നെ കല്യാണ മണ്ഡപത്തിന്റെ വേസ്റ്റുകൾ, അതുമാതിരി തന്നെ ടോയ്ലറ്റ് വേസ്റ്റുകൾ, അങ്ങനെ വേണമെങ്കിൽ പറയാം, അത്രയും മറഞ്ഞു കുമ്പാരമായിട്ട് കിടക്കുന്ന ഒരു അവസ്ഥ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതിവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഓൾറെഡി ഞാൻ പരാതി കൊടുത്തു. ഇവിടുത്തെ നെയ്ബറായ ശ്രീവാസേട്ടൻ, ഞാനും കൂടി വേറൊരു വ്യക്തിയും കൂടി പരാതി കൊടുത്തു. യാതൊരു നടപടി ഉണ്ടായിട്ടില്ല. എൻ്റെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഇതിലെ നേരിൽ എന്താ പറയുക നടന്ന സ്കൂളിലേക്ക് ഡെയിലി പോകുന്നതാണ്. ഇതിൽ നടന്നു പോകാൻ പറ്റാത്ത ദയനീയാവസ്ഥയാണ്. അപ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയക്കാരും അതുമാതിരി തന്നെ ഇവിടുത്തെ പഞ്ചായത്ത് ഉദ്യോഗസ്ഥന്മാരും എല്ലാ MLA ഉൾപ്പെടെ ഞാൻ പരാതി കൊടുത്ത് യാതൊരു നടപടി ഇല്ലാത്തതുകൊണ്ട് വളരെ ദയനീയ അവസ്ഥയാണ്. ഞാൻ അതുമാതിരി തന്നെ ശിവദാസേട്ടൻ എല്ലാവരും കൂടി പഞ്ചായത്ത് സെക്രട്ടറിയെ വിളിച്ചു. അവിടെ ഹെൽത്തിന്റെ ആളുകൾ വന്ന് സന്ദർശിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ യാതൊരു നടപടി ഉണ്ടായിട്ടില്ല. വിനീതമായി ഇതിനൊരു നടപടി ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ പള്ളിയിലെ മുക്കുകയാണ്. ഞാൻ ഡെയിലി ഇതിലെ പോകാൻ 5 നേരം പോകാൻ. എനിക്കിത് പോകാനായിട്ട് പറ്റില്ല. ഭയങ്കര അസഹ്യമായ ചൂടും മണമാണ്. ഞങ്ങൾ ഒരു അവസരത്തിൽ ഇതേപോലെ കുറച്ച് ആൾക്കാർ വന്നിട്ട് ആരോഗ്യവകുപ്പിൽ നിന്ന് അങ്ങോട്ടൊന്ന് തോന്നുന്നുണ്ട്. ഞങ്ങൾക്ക് വിവരങ്ങളൊക്കെ പറഞ്ഞ് വെച്ചിട്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ ഒരു വിവരവുമില്ല. ഇപ്പം വീണ്ടും ആകെ കച്ചറയൊക്കെ ഇരിക്കുക. ഈ വെള്ളം പൊന്നുമ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഇവർക്കൊക്കെ ഈ വെള്ളം പോകുമെന്ന് അറിയില്ല. ഇതിന് ഒരു നടപടി എടുക്കാൻ അപേക്ഷിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ കാണുന്നതാണ് ഈ പറഞ്ഞ കുളം. കണ്ടില്ലേ ഇവിടുത്തെ അവസ്ഥ നോക്കിയേ. ഒരുപാട് ആളുകൾ യാത്ര ചെയ്യുന്നതും ഇതിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്നവരൊക്കെയാണ്. ഇവിടെ കാണുന്നത് മൊത്തം ഈ കക്കൂസ വേസ്റ്റാണ് ഈ കാണുന്നത്. ഇവിടെ കാണുന്നത് മൊത്തം കക്കൂസയുടെ വേസ്റ്റുകളാണ്. അതുപോലെ ഈ കല്യാണ മണ്ഡപത്തിൽ നിന്നും മറ്റൊക്കെ കൊണ്ടുവന്ന് കച്ചറകൾ ഇവിടെ തട്ടുന്നുണ്ട്. ഉള്ള ആൾക്കാർക്ക് അറിയാമെന്ന് പറയുന്നു. ആരാണ് അവിടെ കൊണ്ടുവിടുന്നതെന്നൊക്കെ അവർക്ക് അറിയാം എന്ന് പറയുന്നുണ്ട്. ഇനി അത് കണ്ടു കഴിഞ്ഞാൽ അവരത് ലൈവിൽ എല്ലാവരുടെ മുന്നിലേക്ക് എത്തിക്കും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഇതിനൊരു തീരുമാനം എന്തായാലും നമ്മൾ പഞ്ചായത്ത് അധികൃതരും മറ്റുള്ളവരൊക്കെ ഇതിന് തീരുമാനം എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.